വാവന്റെ പെരക്കാരി കുട്ടികളെയും കൂട്ടി നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോവാണ്. ഓന്റെ ഫാമിലി നമ്മളത് കൂടിയാണല്ലോ. ഫാസിൽ വാവന്റെ പേരത്ത് റബ്ബർ വല്ല മാട്ടാൻ നോക്കുന്നുണ്ട്. ശരിക്കും വാവക്ക് ഈ വ്ളോഗ് എടുത്തിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിച്ചാല് ഈ വ്ളോഗ് എടുക്കൊന്നും വേണ്ട. തൊടുവിലുള്ള റബ്ബർ ഇട്ടാൽ തന്നെ കിട്ടും മാസം 10 ലക്ഷം റുപ്യ. അങ്ങനെ എല്ലാവരും വണ്ടി കുത്തി കയറ്റി നമ്മളെ യാത്ര കൊണ്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ പോണേക്ക് ചാടിച്ചാറി. അങ്ങനെ എല്ലാവരും കൂടെ ചായ പടി കുടിച്ച് നേരെ ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. തിരിച്ച് വണ്ടി കയറിയപ്പോൾ എല്ലാവരുടെ കയ്യിൽ കുറെ മുട്ടായൊക്കെ ഉണ്ട്. ഇവന്നെ നല്ലോണം മുട്ടായൊക്കെ തിരിച്ചു കണ്ട തള്ളാർക്ക് മാത്രമല്ല കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. ഇന്നേ കയറി എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ കളിപ്പിച്ച ദിവസം. കുട്ടികളെ കയ്യിൽ ഇന്നെ കിട്ടിയ പോലും പാക്കുട്ടി കിട്ടിയ മാതിരി കളിക്കാൻ പറഞ്ഞു. എന്റെ മോന്തൊക്കെ നല്ല പട്ടപടക്കം. നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ പോഞ്ഞിക്കറില്ല. ഇവിടുത്തെ ഫുഡൊക്കെ ഒന്നൊന്നര ഫുഡാ. എല്ലാം അത് ഒന്നിനൊന്നും മെച്ച. ഈ ബീഫിന്റെ ഒരു പീസിൽ നൂൽ പൊറോട്ടയിലും കൂട്ടി കഴിച്ചാൽ എന്റെ മോനെ അള്ള അപ്പൊ തന്നെ തൊള്ള കുടിക്കുന്നു. വാ പിന്നെ രണ്ടിന്റെ ആളാ. ഓ പിന്നെ ഇവിടെ എപ്പോ വന്നാലും കുട്ടികൾ ചുക്കാമണിമ കഴിച്ചമാതിരി അയിമെങ്ങനെ കളിച്ചു. കാരണം രണ്ടോന്റെ ഫേവറേറ്റ് ആണ്. അതും കഴിച്ചെടുത്ത ജ്യൂസും കുടിച്ച് നമ്മൾ അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ നീച്ചപ്പോ 110 പുഷപ്പ് എടുത്ത്. വെറുതെ എങ്ങനെ മസിലൊക്കെ എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ എന്തൊക്കെ ആഭാസത്തരങ്ങൾ നടക്കണം നോക്കാൻ വേണ്ടി പത്രം വായിച്ചു. അങ്ങനെ പിന്നെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി കുറച്ചു നേരം വെയിലും കൊണ്ട് ഈ നടന്നു വരേണ്ട സൂപ്പർവാന്റെ സൂപ്പർ കാക്ക വയലെടുപ്പ ലീവിന് വന്നു. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ പടി നീച്ചു വന്നു. അണ്ണ രാവിലെ തന്നെ എന്തോ സൗന്ദര്യ പടക്കത്തിലാണ്. എന്തോ വലിയ വിഷമോന്റെ ഉള്ളിലുണ്ട്. അതാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടും. അങ്ങനെ കുഞ്ഞോവ എല്ലാ കുട്ടികളും കൂട്ടി ഒരു ഫോട്ടോ എടുക്കും. അപ്പൊ ഇതിന്റെ ബാക്കി നാളെ സെമീറിന്റെ ഫോളോ ചെയ്യാൻ എടുക്കും. താങ്ക് യു, ലവ് യു, ബൈ.